വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ എൻ.ഡി.എ. തൃശൂർ ജില്ലയിൽ അട്ടിമറി വിജയങ്ങളാണ് എൻ.ഡി.എ പ്രതീക്ഷിക്കുന്നത്. തൃശൂർ നിയോജക മണ്ഡലത്തിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ പത്മജ വേണുഗോപാൽ വിജയിക്കുമെന്നും നാട്ടികയിലും മണലൂരും അട്ടിമറി ഉണ്ടാകുമെന്നും ഗുരുവായൂരിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും എൻ.ഡി.എ ആത്മവിശ്വാസത്തോടെ വ്യക്തമാക്കുന്നു. വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്ന ജില്ലയാണ് തൃശൂർ. ശക്തമായ ത്രികോണ പോരാട്ടം നടന്ന തൃശൂർ, നാട്ടിക, മണലൂർ ഒപ്പം ഗുരുവായൂർ മണ്ഡലങ്ങളിൽ ഇക്കുറി അട്ടിമറി വിജയമാണ് എൻ.ഡി.എ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ തൃശൂർ എൻ.ഡി.എ വിജയം 100% ഉറപ്പിക്കുമ്പോൾ നാട്ടികയിലും മണലൂരും എൻ.ഡി.എ വലിയ അട്ടിമറിയാണ് പ്രതീക്ഷിക്കുന്നത്. തൃശൂർ നിയോജക മണ്ഡലത്തിൽ ത്രികോണ പോരാട്ടം നടന്നിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. എൻ.ഡി.എയും ഒപ്പം UDFും നേരിട്ടുള്ള പോരാട്ടത്തിൽ LDF ചിത്രത്തിലേയില്ല. LDF സ്ഥാനാർത്ഥിയായി ആലങ്കോട് ലീലാകൃഷ്ണനെ നിശ്ചയിച്ചപ്പോൾ തന്നെ LDFിനുള്ളിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. CPIയിൽ അതൊരു പൊട്ടിത്തെറിയുടെ വക്കിൽ വരെ എത്തിയിരുന്നു. അവസാന നിമിഷം വരെ VS സുനിൽകുമാർ പ്രതീക്ഷിച്ചിരുന്ന സീറ്റാണ് കെ രാജന്റെ നോമിനിയായി എത്തിയ ആലങ്കോട് ലീലാകൃഷ്ണൻ കൈപ്പിടിയിൽ ഒതുക്കിയത്. ഇതിൽ പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കൾ കടുത്ത എതിർപ്പ് ഉയർത്തിയിരുന്നു. അത് വോട്ടിംഗിൽ പ്രതിഫലിച്ചു എന്നാണ് വിലയിരുത്തൽ. രാജൻ പല്ലനാണ് UDFിന്റെ സ്ഥാനാർത്ഥി. പല്ലനെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഒരു മതവിഭാഗത്തിന് മാത്രം പരിഗണന നൽകുന്ന നിലയിലേക്ക് തൃശൂരിലെ കോൺഗ്രസ് അധപ്പതിച്ചു എന്നായിരുന്നു ഇവരുടെ ആരോപണം. ഈ ആരോപണങ്ങൾ വലിയ രീതിയിൽ കോൺഗ്രസിന് ക്ഷീണം വരുത്തിയെന്നാണ് നേതൃത്വത്തിന്റെ അവസാനവട്ട വിലയിരുത്തൽ. ഒപ്പം പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ ഒരു വിഭാഗം വോട്ടുകൾ അടർത്തി മാറ്റിയിട്ടുണ്ടെന്നും നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു. ഈ അനുകൂല സാഹചര്യങ്ങളെല്ലാം പത്മജ വേണുഗോപാലിന് വലിയ ഭൂരിപക്ഷം നേടിക്കൊടുക്കുമെന്നാണ് എൻ.ഡി.എ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതിനൊപ്പം നാട്ടികയിലും മണലൂരും ഗുരുവായൂരും അട്ടിമറി വിജയം ഉണ്ടാകുമെന്നും നേതൃത്വം വിലയിരുത്തുന്നു. ജനം, തൃശൂർ.